ഹെവി ലൈസൻസ് എടുക്കാനുള്ള കഠിനമായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബസ്സിൽ കയറി പോവാറ്. ഇവർ ഓടിക്കുന്നത് കണ്ടുപഠിക്കാനാണ് എപ്പോഴും എന്നോട് ഹസ്ബൻഡ് പറയാറ് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഓടിക്കുന്നത് കണ്ടുപഠിക്കും. കാരണം ആളെന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഇരുന്ന് നോക്കും. അപ്പോൾ ആളെ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ആളോട് തന്നെ ഒരു ബഹുമാനം തോന്നാറുണ്ട് കേട്ടോ. എപ്പോഴും ആളൊരു ജീനിയസ് അല്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വെറും പൊക്കിയതല്ല, കാരണം ഇവരൊക്കെ ഒരു ജീനിയസാണ് ഗൈസ്. കാരണം ഒരു വലിയ വണ്ടി കൊണ്ട് മനുഷ്യന്മാരെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ ഗിയർ ഇടുന്നത് എനിക്ക് മനസ്സിലാവാത്ത കാരണം ഞങ്ങൾ തല്ലുകൂടിയിരിക്കുമ്പോൾ എൻ്റെ മോന്തയായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയോണ്ടിരിക്കുകയാണ്. നമ്മൾ റൗണ്ട് കയറി സ്റ്റാൻഡിൽ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് വേണം നമുക്ക് കുറച്ച് പർച്ചേസിങ്ങിന്, മെയിനായിട്ട് പർച്ചേസിങ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നൈറ്റ് ഇറങ്ങുക. കാരണം ഇവർ മോർണിംഗ് പോയി കഴിഞ്ഞാൽ ഏട്ടൻ ലീവ് എടുക്കലും കുറവാണ്. അപ്പം മിക്കതും ഞാൻ വണ്ടിയിൽ കയറിപ്പോയി നൈറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരുമിച്ച് ആ വേഷത്താലേ പോവും. അതാണ് ആകെ രക്ഷയുള്ളൂ. കാരണം വണ്ടി പോയിട്ടാകുമ്പോഴും സമയമാവും. അപ്പോൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ നല്ല മഴ കിട്ടി. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വണ്ടിയിലൊന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയത്. സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെരുപ്പിൻ്റെ കളക്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ക്രോക്സൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഴക്കാലമായ കാരണം ഉള്ള ക്രോക്സൊക്കെ അവർ വൈറ്റ് ഇറക്കിയേക്കണത്. വൈറ്റ് ഇട്ടിട്ട് എന്തായാലും ചെടിയാക്കാനുള്ള ഒരു തൃപ്തി വരുന്നില്ല. അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് വേറെ ചെരുപ്പാണ് എടുത്തേട്ടാ. പിന്നെ നല്ല വില കുറവുണ്ട് ഡ്രസ്സിനായാലും കാര്യങ്ങളൊക്കെ. പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുള്ള സ്റ്റുഡിയോ ആണ്, നമ്മുടെ കുറുപ്പ റോട്ടിൽ. അപ്പോൾ പോവാത്തവരൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.